പുതിയ അപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ട് ഇത് 3rd ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ അടുത്ത് കുറേ പേരായി പറയുന്നു കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാൻ. ഇപ്പോൾ ഈ റൂം മാറിയതിൻ്റെ തിരക്കും അൺപാക്കിങ്ങും ഓർഗനൈസിങ്ങും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലെങ്ത് ഉള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ 2-3 ഡേയ്സ് ആയിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം DM നിറഞ്ഞിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് എവിടെയാണ്, അതുപോലെ ഇതിൻ്റെ റെൻറ്റ് എങ്ങനെയാണ്, ഡീറ്റെയിൽസ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് മാക്സിമം ഞാൻ എല്ലാവർക്കും തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എനിക്ക് നോർമലി വരുന്നതിനേക്കാളും ഒരുപാട് DM വന്നിട്ടുണ്ട്. ചിലപ്പോൾ മേ ബി 1-2 എണ്ണമൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ അൺപാക്കിങ്ങും ഓർഗനൈസിങ്ങും ഫർണിച്ചർ ഫിറ്റിങ്സ് ഒക്കെ ആയിട്ട് നടക്കുകയാണ്. നിങ്ങൾക്ക് ഇനി ഒരു ഹോം ടൂറൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക എങ്ങനത്തെ വീഡിയോസാണ് കാണേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വ്ലോഗ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ രാവിലെ തന്നെ ഐക്കയുടെ ടീം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാ ഫർണിച്ചേഴ്സും അസംബിൾ ചെയ്ത് തന്നു. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. കാരണം വിത്തിൻ 18 hours അവർ ഡെലിവറി ചെയ്ത് അസംബ്ലി ചെയ്ത് തന്നു. ആൻഡ് ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു TV യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡിങ് മിറർ ഉണ്ട്, ഒരു ഷെൽഫ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടീ ടേബിളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ അവർ അസംബ്ലി ചെയ്ത് തന്നിട്ട് പോയി. അതിനുശേഷം നമ്മൾ ധനമാളിൽ പോയിട്ടുണ്ടായിരുന്നു. ചെറിയ ഗ്രോസറി ഷോപ്പിംഗ്, കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ ഒരു ഫിഷിൻ്റെ ഒരു സ്റ്റോർ കണ്ടു. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഫിഷ് വാങ്ങിക്കണം എന്ന്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ എൻ്റെ മൈൻഡിൽ ഒരു 1 or 2 ഫിഷസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ബില്ല് ഒരുപാട് ഫിഷസ് വാങ്ങിച്ചെടുത്തിട്ട്, പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് നല്ല ഡിഫിക്കൽട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടാസ്ക്കാണിത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പ്ലാന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഫിഷോ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഒരു ലൈഫ് കിട്ടും. നമ്മുടെ ഫ്ലാറ്റിന് ഈ 4 ചുമരിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ലൈഫ് ആഡ് ചെയ്യാൻ നല്ലതാണ്. അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ടാങ്ക് വാങ്ങിച്ചു, പിന്നെ ഫിഷസിൻ്റെ ഫുഡും വേറെ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തുടങ്ങിയിട്ട് ഞാനെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പുറത്ത് പോകുന്നുണ്ടായിരുന്നു എന്ന്. സോ അതുകൊണ്ട് പുറത്തൊക്കെ പോയി വന്നപ്പോൾ തന്നെ ഭയങ്കര ലേറ്റായി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇന്നും ഓർഗനൈസിങ് ഒന്നും കാര്യമായിട്ട് വെച്ചില്ല. ഇതൊക്കെ ഇന്ന് സെറ്റ് ചെയ്താണ് കേട്ടോ. ഈ മിറർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി ഈ മിറർ ഞാൻ ഇവിടെ നിന്ന് മാറ്റി ബെഡ്റൂമിലേക്ക് ആക്കും. ബാക്കി ഇതൊക്കെ സെറ്റ് ചെയ്തു. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ഇനി വരുന്ന വ്ളോഗ്സിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നലെ ഐക്യ പോയിട്ടുണ്ടായി. അപ്പോൾ ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല കേട്ടോ, കാരണം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലെങ്തായി പോകും. പക്ഷെ ഓരോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിങ്ങനത്തെ 1-2 സ്റ്റോറേജ് ബോക്സസ് ആണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. കിച്ചണിലായാലും ബെഡ്റൂമിലായാലും ആക്സസറീസ് സ്റ്റോർ ചെയ്യാനാണെങ്കിലും എന്ത് വേണമെങ്കിലും. ഇതിപ്പോൾ എന്തിനാണ് ഞാൻ എടുത്തതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ ബാലൻസ് നമുക്ക് ഇങ്ങനെ അലമ്പ് പിടിച്ച് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ സ്റ്റോറേജ് ബോക്സ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ ഫ്ലാറ്റിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ കുറേ നാളായിട്ട് എല്ലാ ഫ്ലാറ്റിലും ഞാൻ ഇത് തന്നെയാണ് വാങ്ങിക്കുന്നത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഞാൻ അത് കളഞ്ഞു, കാരണം കുറേ നാളായാലും യൂസ് ചെയ്തിട്ട്. പിന്നെ ഞാൻ എപ്പോഴും വാങ്ങിക്കുന്നതാണ് ഈ ഒരു ഐക്യന്ന് വാങ്ങിച്ചിട്ടുള്ള ഈ ഒരു ജഗ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട്. ഒരു റെഡ് കളർ ടോപ്പൊക്കെ ആയിട്ട് വരുന്നൊരു കളറാണ്, ഒരു ജഗ് ഉണ്ട്. എനിക്ക് ഈ കളറുണ്ട്. കുറേ നാളായിട്ട് എൻ്റെ ഈ ഒരു കളർ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെയും ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാനത് കളഞ്ഞു. ഇതിപ്പോൾ ഒരെണ്ണം പുതിയത് വാങ്ങിച്ചിട്ടുണ്ട്. ദെൻ ഇത് വന്നിട്ട് ഒരു ടിഷ്യൂ ഹോൾഡർ, ടിഷ്യൂസിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു ഫ്ലാറ്റ് എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് DM ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുണ്ട്. ഫ്ലാറ്റ് എത്രയാണ്, റെൻറ്റ് എത്രയാണ്, പ്ലേസ് എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എല്ലാവർക്കും മാക്സിമം റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കറിയാം ഒരു ഫ്ലാറ്റ് ഹാൻഡിങ്ങിൻ്റെ ഡിഫിക്കൽട്ട് എന്താണെന്ന്. ഈ ഒരു ഫ്ലാറ്റ് ഹാൻഡിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവസാനം എൻ്റെ ഒരു മനസ്സിന് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലാറ്റ് എനിക്ക് കിട്ടിയത്. ബഹ്റൈൻ ഒരു ചെറിയൊരു രാജ്യമാണ്, പക്ഷേ ആണെങ്കിൽ പോലും നമുക്കൊരു നല്ലൊരു സ്പേസ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് നല്ല ലൈറ്റ് വേണം. എനിക്ക് ആർട്ടിഫിഷ്യൽ നമ്മുടെ നാച്ചുറൽ ലൈറ്റ് അല്ലാത്ത ലൈറ്റുകൾ, ട്യൂബ് ലൈറ്റ് ഒക്കെ എനിക്ക് ഒരുപാട് നേരം എനിക്ക് പറ്റില്ല. എനിക്ക് ലൈറ്റ് എപ്പോഴും ഓഫ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെന്ന് അറിയാം, എനിക്ക് നല്ലൊരു ഗ്ലാസ് വിൻഡോ എനിക്ക് കിട്ടി. ഇതിൽ നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം നിങ്ങൾക്ക് വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. കാരണം എന്തെങ്കിലും ഇങ്ങനെ
ജസ്റ്റ് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാനേ തോന്നും. പിന്നെ എനിക്ക് മെയിനായിട്ട് ഹാല പഴയ റൂമിലായിരുന്നപ്പോൾ ഹലക്ക് സ്പേസ് ഉണ്ടായിരുന്നു. പഴയ റൂം ഇതിലും കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ്. ഹലക്കിന് പുറത്തേക്കൊക്കെ ഒന്നൊരു കാണാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാവുമ്പോൾ അവൾക്ക് വെറുതെ ഇങ്ങനെ കാണാനൊക്കെ രസമുണ്ട്. വെച്ചിട്ടുള്ളൊരു നമ്മളുടെ യൂട്ടൻസിൽ ഹോൾഡർ ആണ് കേട്ടോ. ഇത് ഒരെണ്ണം മതി, കാരണം ഒരുപാട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ ഒരുപാട് പാത്രങ്ങളുണ്ട്, ഒരുപാട് സ്പൂൺസ് ഒക്കെ ഉണ്ട്. പക്ഷെ അത്യാവശ്യം നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്പൂൺസ് ഒക്കെ ഇട്ട് വെച്ചിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ തന്നെ വയ്ക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐക്കയിൽ ഈ പ്രൊഡക്റ്റ്. വേറെ ഒന്നുമല്ല, നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് എത്ര നാൾ കഴിഞ്ഞാലും ഇത് പോവില്ല. കാരണം ഇതിൻ്റെ ഏറ്റവും അടിയിൽ മാത്രമാണ് ഒരു സിപ്പ് ഒരു ലോക്ക് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ യൂസ് ചെയ്യാനും ഇത് നമുക്കിങ്ങനെ ലോക്ക് ചെയ്ത് മീൻസ് ഇത് നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനും നമുക്ക് എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് പോകാനും ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. അപ്പോൾ എനിക്കിത് എന്തായാലും ഞാൻ വാങ്ങിച്ചു. ഇത് എൻ്റെ ഒരുപാടുണ്ട്. വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ TV യൂണിറ്റിൻ്റെ TV യൂണിറ്റിൽ നമുക്ക് 4 റോസ് ഉണ്ട്. അപ്പോൾ അതിൽ വെക്കാനാണ്. അപ്പോൾ ശരിക്കും ഈ ഒരു TV യൂണിറ്റിൻ്റെ ഒരു പിക്ചറിൽ വൈറ്റ് കളറാണ് കേട്ടോ. നമ്മൾ വൈറ്റ് കളർ ബാസ്ക്കറ്റ്സ് ഇതിൻ്റെ തന്നെ വൈറ്റ് കളർ വെച്ചിട്ടാണ് അവർ ഡെക്കോർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിച്ചു എല്ലാം ഒന്ന് വൈറ്റ് ആയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കളർ കൊടുക്കണം. ഞാൻ ഭയങ്കര മിനിമലിസത്തിൻ്റെ ആളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയൊരു ലൈഫ് വേണമല്ലോ. എപ്പോഴും വൈറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ റൂം പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്ത കളർ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു സ്കൈ ബ്ലൂ കളറാണ് ചൂസ് ചെയ്തിട്ടുള്ള സിറ്റ്. ഇതിൻ്റെ തന്നെ 4 പീസസ് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല പൂവിൻ്റെ പാട്ടുപാട് ഒരു പൂവേൻ്റെ പാട്ടുപാട് പൂവേ. ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കണ്ടെയ്നറാണ് കേട്ടോ. ഇത് വന്നിട്ട് ഇതിനൊക്കെ ഇതിൽ കുറേ സംഭവങ്ങൾക്ക് നല്ല റേറ്റ് കുറവിനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ കിച്ചണിൽ. ഇപ്പോൾ റൈസ് ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിനായിട്ട് ഇങ്ങനെ നമ്മൾ സീൽ ചെയ്ത് വെക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സീൽ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഏറ്റവും ടാസ്ക്കുള്ളതാണ്. രണ്ട് പീസസ് ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ എടുത്തിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ചെറിയ പ്ലാസ്റ്റിക് കവേഴ്സ് ആണ് കേട്ടോ. ഇന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്കിങ്ങനെ എന്തെങ്കിലും ബാക്കി വരുന്ന പ്രൊഡക്ട്സ് ഒക്കെ നമുക്കിങ്ങനെ ഇതിനകത്ത് സീൽ ചെയ്തൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ബോക്സ്. ഇതിൽ എത്ര പീസസ് ആണെന്നൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഇതിൽ എത്ര പീസാണെന്ന് എനിക്ക് അറിയില്ല. ഐ തിങ്ക് 25 അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മൾക്ക് ഈ ഡിഷസും നമ്മുടെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഒരു വുഡൻ മെറ്റീരിയലിൻ്റെ ഒരു സാധനമാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. കുറച്ച് ഇങ്ങനത്തെ ടവൽസ് ആണ് നമ്മൾ കിച്ചണിലേക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറച്ച് ടവൽ ടൈപ്പ് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ആക്കാം. ക്യാൻഡിൽസ് ആണോ ഇത്? ലാവൻഡർ ആണെന്ന് തോന്നുന്നത്. വേഗം കണ്ടുപിടുത്താണ് ക്യാൻഡിൽസ്. ഞാൻ എപ്പോഴും പറയാണ്ട് അയക്കാത്ത ക്യാൻഡിൽസ് ടു ഗുഡ്. കുറച്ച് ക്യാൻഡിൽസ് ഒക്കെ എൻ്റെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എക്സ്ട്രാ വാങ്ങിച്ചു. എന്തോ 30 പീസസോ അങ്ങനെ എന്താണ്ട് വാങ്ങിച്ചിട്ടുള്ള ഇതുപോലത്തെ ചെറിയ ചെറിയ സ്പൈസസിൻ്റെ ജാർസാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടൊരു സംഭവം, ഇത് ഹോൾഡ് ചെയ്യാനുള്ളൊരു ഹോൾഡർ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ ഡിസ്പ്ലേ പീസാണ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ബില്ലിങ്ങിൻ്റെ സമയമായപ്പോൾ പറഞ്ഞു ഡിസ്പ്ലേ പീസ് നമുക്ക് അവർക്ക് ബില്ല് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ തന്നെ വെക്കേണ്ടി വന്നു. ഇതുപോലെ തന്നെ ഒരു സെറ്റോടെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന സംഭവങ്ങളാണ് ഐക്കയിലെ ചെറിയ ചെറിയ ടവൽസ്. ഇത് ഞാൻ കുറച്ചുകൂടെ ഒരു വലിയ ടവലാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷേ ഞാൻ വലിയ ടവലാണെന്ന് ഞാൻ വാങ്ങിക്കാറ്. പക്ഷേ ഇത് ഞാൻ അപ്പോൾ തിരിച്ചു വരുന്നതിൻ്റെ ഒരു തിരക്കിൽ ഞാൻ സൈസ് നോക്കിയില്ല, ഞാൻ വേഗം തന്നെ എടുത്തു. പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഐക്കയിൽ പോകുമ്പോഴും കാണാറുണ്ട്. പക്ഷേ ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. നമ്മളുടെ ഒരു ക്യാൻഡിൽ ഹോൾഡറാണ് കേട്ടോ. നല്ലൊരു ഡെക്കോർ പീസാണ്. നമുക്കിങ്ങനെ ക്യാൻഡിൽസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. നൈറ്റ് ടൈമിലൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയപ്പോൾ ഇത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ എടുത്തില്ല. പുതിയ റൂമിലേക്ക് മാറുമ്പോൾ എടുക്കാമെന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇതിലിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇന്നൊന്നുമില്ല. പക്ഷെ ഞാൻ കിച്ചണിലേക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരെണ്ണം വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം കുറച്ച് വലുതാണ്. അപ്പോൾ സ്പേസ് കുറച്ചിങ്ങനെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റൊരു പീസാണ് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വാങ്ങിച്ച് വരുമ്പോൾ മെയിനായിട്ട് ഹാലാനെയും കൊണ്ട് ഐക്കിൽ പോയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹാലിങ്ങനെ കാണുന്നതൊക്കെ എടുത്തിടും. ബട്ട് ഒന്ന് കാണുമ്പോൾ അടുത്ത് മറക്കും, സാധാരണ കുട്ടികളെ പോലെ. അപ്പോൾ അങ്ങനെ മറന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഞാൻ കാണിക്കണം. പക്ഷേ ഇത് ഞാൻ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. കാരണം ഇവിടെ ഞാൻ ഈ ഫ്ലാറ്റിൽ വരുമ്പോൾ എന്തായാലും കൊടുക്കില്ല എന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇതാ ഈ കാണുന്നത്. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് ഞാൻ എടുത്തു വയ്ക്കാറ്. ഇത് ഞാൻ പോലും അറിയാണ്ട് ബില്ലിങ്ങിൽ വന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ആലൊക്കെ 1-2 ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നും ഞാൻ ഇതുവരെ ഇതൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഇതാ
ഇങ്ങനെ മെസ്സിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഇങ്ങനെ തുറന്ന് കാണിച്ചു തന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പിന്നീട് കാണിച്ചു തരാം. ഇവിടെ 3:30 ആയിട്ടുണ്ട്. എനിക്കിവിടെ സൺസെറ്റും സൺറൈസും കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഏതെങ്കിലും ഒന്നെങ്കിലും എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സൺസെറ്റ് ലവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൺസെറ്റ് കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഏതാണ് കിഴക്ക് ഏതാണ് തെക്കുന്നതെന്ന് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കാം. കാരണം ഇന്നലെ ഈ ടൈമിലൊന്നും ഇവിടെ ഇല്ല, വീട്ടിലില്ല, നമ്മൾ ലൈറ്റ് പോയിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എന്തെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ കുക്കിംഗ് ഒന്നും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം എല്ലാം ഞാൻ പറഞ്ഞല്ലോ സെറ്റ് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഭയങ്കര ഒരു അലമ്പ് പിടിച്ച് കിടക്കുന്ന ഇത് ഇഷ്ടമല്ല എനിക്ക്. എപ്പോഴും ഇങ്ങനെ കുറച്ചിങ്ങനെ ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അത് പണ്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഇടയായിട്ട് മീൻസ് ഒരു 1 or 2 years ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് ഓവറാണെന്ന് എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മീൻസ് ഇപ്പോൾ ബില്ലിനോട് തന്നെയാണെങ്കിലും ഇപ്പോൾ കറക്റ്റ് ഒരു സാധനം എടുത്തു വെച്ചാൽ അവിടെ തന്നെ വയ്ക്കാൻ പറയൽ, അങ്ങനത്തെയൊക്കെ കുറച്ച് ഓവർ കാണിച്ചിട്ടുള്ളൊക്കെ ഉള്ള ആളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിലും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കത് ചിലപ്പോൾ മേ ബി കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് കുറയ്ക്കാൻ നോക്കണം. നമ്മൾ ക്ലീൻ ചെയ്യാത്ത പറ്റാത്ത സംഭവങ്ങളൊന്നുമില്ലല്ലോ, നമുക്കെല്ലാം ക്ലീനൊക്കെ ചെയ്യാം. അപ്പോൾ ഇനിയുള്ള പ്ലാൻസ് ഇസ് നത്തിങ്. ഇന്നിപ്പോൾ ഹാലാക്ക് കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫിഷിൻ്റെ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മോട്ടറൊക്കെ കറക്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ദെൻ ഇനിയിപ്പോൾ നമുക്ക് കിട്ടിക്ക് വാങ്ങിക്കാനുള്ളത് ഒരു കബോർഡ് വാങ്ങിക്കാനുണ്ട്. ദെൻ ഒരു സോഫ സെറ്റ്, പിന്നെ ഒരു കാർപ്പറ്റ്, അങ്ങനെയൊക്കെ മിനിമലി ഡെക്കോർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് എക്സ്പെൻസ് ആയിട്ടുണ്ട് ഈ ഒരു ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ. അപ്പോൾ ഇനി കുറച്ചൊന്ന് ചുരുക്കി പിടിക്കണം. ഒരു ഫ്ലാറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്രയും, പിന്നെ നമ്മളൊരു ഫ്ലാറ്റിന് വേണ്ടി നമുക്ക് ഇത്രയും ചിലവാക്കാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്താ? അപ്പം ഞാനിതിൻ്റെ തലേന്ന് ചെറുതായിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കിച്ചണിൽ എല്ലാം സെറ്റ് ചെയ്ത്, പാത്രങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ മെസ്സി ആയിട്ട് തന്നെ കിടക്കുമായിരുന്നു. കാരണം എല്ലാം കൂടെ കംപ്ലീറ്റ് ആക്കാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതൊന്നും ആയിരിക്കില്ല ഫൈനൽ ലുക്ക്. കാരണം എന്തായാലും എനിക്ക് അവസാനം എല്ലാം തീർന്ന് എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ഒരു മൈൻഡിന് സമാധാനമായിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് ഒരു 70% ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കാം, എന്തെങ്കിലും ഒന്നൊരു നീറ്റായിട്ടിരിക്കട്ടെ അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലുക്കായിരിക്കില്ല ഞാൻ എൻ്റെ കിച്ചണിൽ ഫൈനലായിട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കൗണ്ടർ ടോപ്പിൽ കുറച്ച് സംഭവങ്ങൾ മെസ്സിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. എയർ ഫ്രയറൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വയ്ക്കണമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പണികൾ പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ടൊന്ന് ഒരു ടവൽ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുത്തു. അപ്പോൾ അവിടെ തന്നെ ഒരു പ്ലഗ് ഉണ്ട്. അപ്പോൾ ആ ഏരിയയിൽ തന്നെ ഒരു എയർ ഫ്രയർ വെച്ചു. പിന്നെ ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മളുടെ ഡിഷസൊക്കെ വയ്ക്കുന്ന ഒരു ഹോൾഡർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. അത് വുഡൻ മെറ്റീരിയലിൽ വന്നിട്ട്. പിന്നെ ഇതൊരു യുട്ടൻസിൽ ഹോൾഡറാണ്. ഇതൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരുപാട് പാത്രങ്ങളും സ്പൂൺസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ കാണുമ്പോൾ എനിക്ക് വരുന്ന ഏറ്റവും ഒരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഞാൻ എല്ലാം യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു സംഭവങ്ങൾ ഉണ്ടാക്കാനാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യും. അതാണ് എൻ്റെ എപ്പോഴും എല്ലാവരും ചീത്ത പറയുന്നൊരു കാര്യം. അപ്പോൾ എനിക്ക് ഒരുപാട് പാത്രമൊക്കെ എപ്പോഴും കഴുകാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു കുറച്ച് മാത്രം സ്പൂൺസൊക്കെ മാത്രം വിസിബിളായിട്ട് വയ്ക്കാം, ബാക്കിയൊക്കെ മാറ്റി വയ്ക്കാം, ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ യൂസേജ് കുറയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഈ ഒരു കോർണറിൽ ഞാൻ തെമൂന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഷെൽഫായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു വെച്ചു. എനിക്ക് ആ ഡിസൈനൊന്നും എനിക്ക് തീരെ ഇഷ്ടമായിട്ടൊന്നും ഇല്ല. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. കാരണം എൻ്റെ കയ്യിൽ ഇനിയും ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷെ ലഗേജിലൊക്കെ കുറേയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും പുറത്തേക്ക് എടുക്കണില്ല. അപ്പോൾ ഇതുവരെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് അതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു കൺസേൺ. കാരണം ഹാലയുണ്ട്, അപ്പോൾ നമുക്ക് എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെയാണ് ഹാല കൂടുതലും കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 2 days നമ്മൾ അങ്ങനെ പോയി. അപ്പോൾ എന്തായാലും നാളെ തുടങ്ങി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം, ഗ്രോസറീസ് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കിച്ചൺ എന്തായാലും ഒന്ന് നീറ്റാക്കി വയ്ക്കുന്നത്. കാരണം നീറ്റല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ കയറാനോ യൂസ് ചെയ്യാനോ ഒന്നും തോന്നില്ല. അപ്പോൾ ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള ഒരു ടിഷ്യൂ ഹോൾഡറാണ് കേട്ടോ. നല്ല ഫീസാണ് കേട്ടോ ഇത് ബില്ലുവിൻ്റെ സെലക്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല.
ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഞാൻ സെറ്റ് ചെയ്ത് ഇതവിടെ വെച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് അതിൽ നിന്ന് ടിഷ്യൂസ് ഇങ്ങനെ എടുക്കാനും ഒക്കെ നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതോടെ കഴുകി ഞാനൊന്ന് കിച്ചണൊന്ന് നീറ്റാക്കി വെച്ചു. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഇനിയും ഞാൻ ഈ വ്ളോഗിന് ഇനി ലെങ്ത് കൂട്ടാൻ പറ്റില്ല, കാരണം ഇപ്പോൾ തന്നെ കുറച്ച് ലെങ്ത് ആയി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻസോ സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.